ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് വാട്ടർ തീം പാർക്കുകളും അഗ്രികൾച്ചറൽ പാർക്കുകളും ഒക്കെ ഉണ്ടെങ്കിലും ഒരു ഹെൽത്ത് തീം പാർക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ ഹെൽത്ത് തീം പാർക്കായ ആരോഗ്യ നികേതനം എന്ന പാർക്കിലാണ്. ഇതിന്റെ ലൊക്കേഷൻ എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിലെ കുളനടയിലാണ്. പന്തളത്തിനടുത്തുള്ള കുളനട ജംഗ്ഷനിൽ നിന്നും വെറും 300 മീറ്റർ നടന്നാൽ നമുക്ക് ഇവിടെ എത്താൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ എൻട്രി ടൈം എന്ന് പറയുന്നത് രാവിലെ 5:30 മുതൽ രാവിലെ 8 മണി വരെയും പിന്നെ വൈകിട്ട് 4 മണി മുതൽ 7 മണി വരെയുമാണ്. അപ്പോൾ ഒരാൾക്ക് 20 രൂപയാണ് എൻട്രി പാസ് വരുന്നത്. 10 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ പാസ് ഒന്നും വേണ്ട, ഫ്രീ ആണ്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് കയറി. ഹെൽത്ത് പാർക്ക് ആയതുകൊണ്ട് തന്നെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ഒരുപാട് വാക്യങ്ങളും ബോർഡുകളും ഒക്കെ ഓരോ മുക്കിലും മൂലയിലും ഒക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ വായിച്ച് മനസ്സിലാക്കി നടക്കാവുന്നതാണ്. 1970 കാലഘട്ടത്തിലെ ആളുകളുടെ ജീവിത ശൈലികളെക്കുറിച്ചും ആഹാര രീതികളെക്കുറിച്ചുമൊക്കെയാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. നമ്മളെ ആ ഒരു കാലഘട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഇവിടുത്തെ ഈ ഒരു ആംബിയൻസ്. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഞാനൊന്ന് വായിക്കാം. 1970കളിൽ WHO ആരോഗ്യ സൂചിക നോക്കിയാൽ കേരളം ഇന്ത്യയെക്കാൾ എത്ര മുന്നിലാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. 1000 കുട്ടി പിറന്നാൽ ഇന്ത്യയിൽ 72 മരിച്ചു പോകും, കേരളത്തിൽ വെറും 16 മാത്രം. 10,000 ഗർഭിണികളിൽ ഇന്ത്യയിൽ 45 പേർ മരിച്ചു പോകും, കേരളത്തിൽ വെറും 8 മാത്രം. ആണിനായുസ് 64 ഇന്ത്യയിൽ, കേരളക്കരയിൽ 70. പെണ്ണിനായുസ് 64 ഇന്ത്യയിൽ, കേരള സ്ത്രീകൾക്ക് 75 എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, 1970കളിൽ കേരളം ഇന്ത്യയിലല്ലായിരുന്നോ എന്നുള്ളതാണ്. പിന്നെ ഇവിടുന്ന് നേരെ നടന്നു വരുമ്പോൾ ആ കാലഘട്ടത്തിൽ കുറച്ച് ഫോട്ടോസൊക്കെ ഇവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അന്ന് ഉപയോഗിച്ചിരുന്ന കാളവണ്ടികൾ, ചെറിയ ചെറിയ കുടിലുകൾ, അതിൻ്റെയൊക്കെ ഫോട്ടോസ് ഇവിടെ കാണാൻ സാധിക്കും. ഈ കാണുന്ന ഏരിയയിൽ ആളുകൾക്ക് ഇരിക്കാനും വിശ്രമിക്കാനുമൊക്കെ ഉള്ള ഒരു ചെറിയ സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ അടുത്ത് അന്നത്തെ ആളുകളുടെ ആരോഗ്യത്തെ പറ്റിയുള്ള ഒരു ബോർഡ് കാണാം. മൈലുകൾ നടന്നും പാടത്ത് പണിയെടുത്തും സൈക്കിൾ ചവിട്ടിയും വള്ളം തുഴഞ്ഞും നീന്തിയും ആടിനെയും പശുവിനെയൊക്കെ മേയിച്ചുമൊക്കെ എല്ലുമുറിയെ പണിയെടുത്ത് പല്ലുമുറിയെ തിന്ന ഒരു തലമുറ. അവർക്ക് നല്ല ആരോഗ്യമുണ്ടായിരുന്നു എന്നതാണ് ഇതിനകത്തെ ഉള്ളടക്കം. പഴയ ഇല്ലങ്ങളുടെ ഒരു മോഡല് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. പത്തായപ്പുരകളും വെടിവട്ടം പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളുമൊക്കെ ഇവിടെ പണിത് വെച്ചിരിപ്പുണ്ട്. പാടത്ത് പണിയെടുത്ത് വരുന്ന ഒരു കർഷകന്റെ ശില്പം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ആ ഒരു കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന സാഹചര്യങ്ങളും സാധനങ്ങളും ഒക്കെ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 70കളിൽ ബാല്യങ്ങൾ ആഘോഷിച്ചവർക്കും ജീവിച്ചവർക്കും ഒക്കെ ഉണ്ടല്ലോ, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിലേക്കും ഓർമ്മകളിലേക്കുമൊക്കെ മനസ്സിനെ കൊണ്ടുപോകാൻ പറ്റും. വളരെ ശാന്തപരമായിട്ടും സമാധാനപരമായിട്ടുമൊക്കെ ഇവിടെ വന്നിരുന്ന് ആ പഴയകാല ഓർമ്മകളൊക്കെ ഇങ്ങനെ അയവിറക്കാം. വല്ലാത്തൊരു ആംബിയൻസ് ആണ് കേട്ടോ ഈ പാർക്ക് നമുക്ക് സമ്മാനിക്കുന്നത്. കാളവണ്ടികളും മാടക്കടയുടെ മോഡലും എല്ലാം ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. മാടക്കടയ്ക്ക് മുന്നിൽ മാടക്കടക്കാരനെയും പിന്നെ പഴയകാല സാധനങ്ങളും മുട്ടായി പാട്ടകളും അന്നത്തെ കാലത്തെ മാസികകളും ഒക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുന്നത് കാണാം. അതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. അന്നത്തെ കാലത്ത് കിട്ടിയിരുന്ന ആ ഒരു നമ്മുടെയൊക്കെ കുഞ്ഞുനാളിൽ കണ്ടുവരുന്ന ഒരു സാധനങ്ങളുണ്ടല്ലോ, അതെല്ലാം ഇവിടെ ഇങ്ങനെ റീക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നേരെ 1980 കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ലോകത്ത് മാറാത്തതായിട്ട് ഒന്നുമില്ല, കേരളക്കരയുടെ താളം മാറി. 80കൾ തൊട്ട് 2000 വരെ നാടിൻ്റെ നാഡീമിടിപ്പ് കൂടി. ദൂരദർശൻ മുതൽ നോക്കിയ ഫോൺ യുഗം വരെയായി ഈ കാലഘട്ടത്തിൽ. നാട്ടിൻപുറങ്ങളൊക്കെ നഗരമായി, ഓടുകൾ മാറി, വീടുകൾ വാർക്കയായി എന്നൊക്കെയാണ് ഇതിനകത്തെ ഉള്ളടക്കം. അങ്ങനെ കാലങ്ങൾ മാറുന്നതിനനുസരിച്ചിട്ട് നാടും നാട്ടുകാരുമൊക്കെ മാറി, വണ്ടികൾ പെരുകി, നടത്തം കുറഞ്ഞു, അസുഖങ്ങൾ കൂടി എന്നൊക്കെയുള്ള വാസ്തവങ്ങളാണ് ഇതിലൂടെയെല്ലാം പറഞ്ഞു വെക്കുന്നത്. എന്ന് കരുതി മാറ്റങ്ങൾ വരണ്ട എന്നല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനുഷ്യൻ വ്യായാമം ചെയ്യണം, ഫുഡൊക്കെ കൺട്രോൾ ചെയ്യണം എന്നൊക്കെയുള്ള ഒരു മെസ്സേജാണ് ഈ ഹെൽത്ത് പാർക്കിൻ്റെ തീം. കുട്ടികൾക്ക് കളിക്കാനായിട്ട് അനവധി ചെറിയ ചെറിയ റൈഡുകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിന് ഒരു വശത്തായി തന്നെ വലിയവർക്കുള്ള ഒരു ചെറിയ ഓപ്പൺ ജിമ്മും ക്രമീകരിച്ചിട്ടുണ്ട്. അത്യാവശ്യം ചെറിയ വ്യായാമ മുറകളൊക്കെ ഇവിടെ ചെയ്യാവുന്നതാണ്. അപ്പം ആരോഗ്യം സംരക്ഷിക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഇവിടെ വന്ന് കുറച്ച് വ്യായാമവും ഓടുകയും നടക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ
വളരെ നല്ലതായിരിക്കും. അതിനു പറ്റിയ എല്ലാ സൗകര്യങ്ങളും ഈ പാർക്കിൽ ഒരുക്കിയിട്ടുണ്ട്. അച്ചൻകോവിലാറിന്റെ തീരത്ത് ഏതാണ്ട് 5 ഏക്കറിലായി പരന്നു കിടക്കുന്ന ഈ പാർക്ക് തുടങ്ങിയത് ഡോക്ടർ വിജയകുമാർ എന്ന വ്യക്തിയാണ്. പ്രകൃതിയെ അറിഞ്ഞുള്ള വ്യായാമവും മനസ്സിനും ശരീരത്തിനും സുഖം പകരുന്ന യോഗയും പുഴയോരത്തു കൂടിയുള്ള ഗ്രീൻ വോക്ക് വേയും അങ്ങനെ നീളുന്നു ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ. ഭക്ഷണം കഴിക്കുന്നതിനെ പറ്റിയുള്ള കിയോസ്കുകളും പ്രമേഹ രോഗ ബോധവൽക്കരണ എക്സിബിഷനും ഒക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ക്യാൻറ്റീൻ ഒരുക്കിയിട്ടുണ്ട്. ചായ, കാപ്പി, സ്നാക്സ്, ഐസ്ക്രീം ഒക്കെ ഇവിടെ കിട്ടുന്നതാണ്. ഈ ക്യാൻറ്റീനിൽ കുറച്ചുകൂടി നാടൻ ഫുഡ് കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായേനെ എന്നൊരു അഭിപ്രായമുണ്ട്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു ബോധവൽക്കരണമാണ് ഈ പാർക്കിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ എത്തിയാൽ തന്നെ നമ്മൾ ഇൻസ്പയർ ആകുന്ന അല്ലെങ്കിൽ ആരോഗ്യത്തെക്കുറിച്ച് നമുക്ക് ചില ചിന്തകളൊക്കെ ഉണ്ടാക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഹെൽത്ത് പാർക്കിന്റെ അടുത്തുള്ളവർക്കൊക്കെ ആരോഗ്യം സംരക്ഷിക്കുവാനുള്ള നല്ലൊരു അവസരമാണിത്. കുട്ടികൾക്കാണെങ്കിൽ തന്നെ വിനോദത്തിൽ ഏർപ്പെടാനുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെയുണ്ട്. അപ്പോഴേ ഇത് വെറും കാഴ്ചകൾ കാണാനുള്ള സ്ഥലം മാത്രമല്ല, ആരോഗ്യത്തിന്റെ ഒരു അക്ഷയ പാത്രമാണ്. ഓരോ പുൽക്കൊടിയിലും വ്യായാമത്തിന്റെ ഭംഗിയും ഓരോ നടത്തത്തിലും ആരോഗ്യത്തിന്റെ താളവും ഒക്കെ നമുക്കിവിടെ കാത്തു സൂക്ഷിക്കാം. ഇവിടെ നമുക്ക് മനസ്സറിഞ്ഞ് ചിരിക്കാം, ശരീരം അറിഞ്ഞ് ശ്വസിക്കാം, രോഗത്തെ അകറ്റാമെന്ന പ്രതിജ്ഞയൊക്കെ എടുക്കാം. നമ്മുടെ ഉള്ളിലെ ഊർജത്തെ കണ്ടെത്തി പ്രകൃതിയുടെ കൈകളിൽ സ്വയം സമർപ്പിച്ച് ശരീരത്തെയും മനസ്സിനെയും ഒക്കെ പുനരുജ്ജീവിപ്പിക്കാം. പ്രകൃതിയെയും വ്യായാമവും മനസ്സിന്റെ സമാധാനവും ഒക്കെ ചേർത്ത് നിർത്തി ഔഷധത്തെയൊക്കെ അകറ്റി ആരോഗ്യത്തോടെ ജീവിച്ച് ലോകത്തിനൊക്കെ മാതൃകയാവാന് നമുക്കുമൊന്ന് ശ്രമിക്കാം.